ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ക്രിക്കറ്റ് ലോകത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ മാർക്കസ് സ്റ്റോയ്നിസ് ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഓസ്ട്രേലിയയുടെ ഏകദിന ക്രിക്കറ്റ് ടീമിൽ മാർക്കസ് സ്റ്റോയ്നിസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് ഇതിൻ്റെ കാരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് സ്റ്റോയ്നിസ് തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു. അതായത് T20 ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ നിന്നും ഇപ്പോൾ പടിയിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓസ്ട്രേലിയക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റ് കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ മനോഹരമായ അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ആയ ഒരു ജേണിയാണ്. ഇതിന് എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഇതാണ് പടിയിറങ്ങേണ്ട യഥാർത്ഥ സമയമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരിക്കലും എളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നില്ല. ഏതായാലും എൻ്റെ അടുത്ത ചാപ്റ്ററിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഈ ഒരു പിന്തുണ ഒരുപാട് നൽകിയിട്ടുണ്ട്. ഇതാണ് സ്റ്റോയ്നിസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 10 വർഷത്തോളം ഓസ്ട്രേലിയയുടെ ഏകദിന ടീമിൽ ഉണ്ടായിരുന്ന താരമാണ് സ്റ്റോയ്നിസ്. 2015 ഓൾഡ് ട്രഫോർഡിൽ വെച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തിയിരുന്നത്. 74 മത്സരങ്ങളാണ് ഏകദിനത്തിൽ ഓസീസിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2023 ഏകദിന വേൾഡ് കപ്പ് ഉയർത്തിയ ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഭാഗമാവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 2018-19 സീസണിലെ ഏറ്റവും മികച്ച ഓസ്ട്രേലിയൻ ഏകദിന താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതും മാർക്കസ് സ്റ്റോയ്നിസ് തന്നെയായിരുന്നു. ഏതായാലും ഇനി T20 ക്രിക്കറ്റിലാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.